അപ്പോൾ കടികളെ ഞാനപ്പോൾ രാവിലെ തന്നെ പോയി പള്ളി കണ്ടു. പള്ളിയുടെ അകത്ത് കയറാനായിട്ട് പറ്റിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് സൈക്കിളെല്ലാം സേഫ്റ്റി വെച്ചിട്ട് പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ടൂറിസ്റ്റ് പ്ലേസാണ്. പിന്നെ ഇവള് ബെല്ലേനെ കൊണ്ട് നമുക്ക് രക്ഷിക്കാത്ത അവസ്ഥയായി. ബെല്ല പകുതി ബാക്കി പട്ടികൾ. ഇന്ന് രാവിലെ തന്നെ ഗംഭീരമായ ആക്രമമായിരുന്നു. മറ്റേ 500 വർഷം പഴക്കമുള്ള പള്ളിയില്ലേ, അതിൻ്റെ മുമ്പ് വെച്ചിട്ട് ഞാൻ പിന്നെ പള്ളിയിലെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തു. വേഗം അവിടെ നിന്ന് എസ്കേപ്പായി. കാരണം ഗോവ കടന്നപ്പോൾ തൊട്ട് പട്ടികളെ ചെല്ലും തുടങ്ങി. നമുക്ക് സഹിക്കാൻ പറ്റില്ല. കർണാടകയിലും കേരളത്തിലൊന്നും ഇല്ല. ഇവിടെ ഈ ടൂറിസ്റ്റ് പ്ലേസും അതുപോലെ കടലും ഇതൊക്കെ കൊണ്ട് നമുക്ക് രക്ഷയില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഞാൻ എന്താ ആ മുകളിൽ കാണുന്നത് ഹൈവേ. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു പാലം കാണുന്നത്. നല്ല അടിപൊളി ഭംഗിയുള്ളൊരു പാലം ഉണ്ടാവും. ബാക്കിൽ നമ്മൾ സിനിമയിലേക്ക് കാണുന്ന പോലത്തെ കാട് പിടിച്ചിട്ടുള്ള വഴി ഇത്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി റെസ്റ്റ് എടുക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഇവിടെ കുറ്റിക്കാട് നിറച്ച് പട്ടികൾ. അപ്പോൾ കല്ലെറിഞ്ഞാലും ഓടിപ്പിച്ച് നിർത്തിയേക്കാം. ഞാൻ സ്ഥലം കാണിച്ചിട്ടാ. സ്ഥലം അടിപൊളി സ്ഥലമാണ്, പൊളി സാധനമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഗോവയിൽ നിന്ന് എന്തെങ്കിലും പോവാം. കാരണം വെച്ചാൽ നമുക്കിവിടെ പട്ടികളെ സ്ഥലം സഹിക്കാൻ പറ്റും. അപ്പോൾ നേരെ മഹാരാഷ്ട്ര പിടിക്കാം. അപ്പോൾ നേരെ പൂനെക്ക് പോകണം. അപ്പോൾ കൊൽഹാപൂർ വഴി പോടാ. നമുക്ക് പൂനെ ഹൈവേ അവിടെ പഞ്ചി വഴി ഓൾഡ് ഗോവയിൽ നിന്ന് വന്നിട്ട് അവിടെ തിരിച്ച് പഞ്ചി പോയിട്ട് പഞ്ചിയിൽ നിന്ന് പൂനെ മഹാരാഷ്ട്ര റോഡ് പിടിക്കണം. കൊങ്കൺ വഴി ഒന്ന് പിന്നെ പൂനെ. അപ്പോൾ നമ്മൾ വന്ന വഴിക്കൂടെ വീണ്ടും റിട്ടേൺ പോകണ്ടെന്ന് വെച്ചിട്ട് ഓൾഡ് ഗോവയിൽ നമ്മൾ കൊൽഹാപൂർ പിടിക്കുക. അതിൻ്റെ ഉള്ളുവഴിയാണ്, വലിയ ഹൈവേ അല്ല. അപ്പം എന്തെങ്കിലും പോയി നോക്കാൻ തരും നമുക്ക് അല്ലേ. ഉച്ചയ്ക്ക് നല്ല ചൂടാണ്. എങ്ങനെയും ഒന്ന് കുളിക്കാനൊന്ന് ഇന്നലെ കുളിക്കാൻ പറ്റിയിട്ടില്ല. കുളിച്ചില്ലെങ്കിൽ ഫുൾ ഔട്ടാവും ഞാൻ. അവസ്ഥയാണ്. അപ്പോൾ ഒന്ന് കുളിക്കാനുള്ള സ്ഥലം കിട്ടാൻ നോക്കട്ടെ. ഗടികൾ ഞാനിപ്പോൾ ഓർഗാവോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഗോവയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർഗാവോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. 40 ഡിഗ്രി ചൂട്. വയർക്ക് ചൂടെടുത്തിട്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. വെല്ലമോള് വരേണ്ട കിതച്ചോണ്ടേ ഇരിക്കണേ അവസ്ഥയാണേ. എന്തായാലും ചെറിയ ഷെഡ് കിട്ടി. ഷെഡിൻ്റെ അകത്ത് അതിലും വലിയ ചൂട്. ആവി എടുത്ത് നിൽക്കാൻ വയ്യ. എന്തായാലും വല്ല ഹോട്ടലോ കാര്യം കിട്ടാൻ നോക്കട്ടെ. സമയം 1 മണി ആവറതിൻ്റെ. അപ്പോൾ സെറ്റ് പപ്പട മൂവീസ് സെയിം നെയിം. ഓക്കെ പപ്പട മൂവീസ് പപ്പമ്മ മൂവീസ്. ഓക്കെ. അപ്പം ഞാൻ വരുന്ന വഴിക്ക് 2 പേരെ കണ്ടു. സത്യം പറഞ്ഞാൽ ഞാനൊരു പാലം കണ്ടപ്പോൾ നിർത്തിയത് അവിടെ. അപ്പോൾ 2 പേരെ ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയോണ്ടിരിക്കാണ്. ഞാൻ കണ്ടത് സംസാരിച്ചു. അപ്പോൾ ഞാനൊരു പാലം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഐ വാച്ചിങ് ദിറ്റ് വെറൈറ്റി. He will promote you. You shoot him, he will promote you. How are you? No, I am not using social media. He is using social media. Okay. ഞാൻ പാലം കാണിച്ചു തരാം കേട്ടോ. Support. Photo.